എന്നോട് ഒരു CS സ്റ്റുഡന്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംശയം ചോദിച്ചു. ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇന്ത്യയിലാണല്ലോ, അപ്പോൾ അവർക്ക് ഇൻകം ടാക്സ് വരില്ലേ എന്നുള്ളത്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അവിടെയുള്ള റെസിഡൻസിന് ഇൻകം ടാക്സ് വരില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു സംസ്ഥാനമല്ല ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ്. ആ സംസ്ഥാനം ഏതാ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മുന്നേയുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് നോർത്ത് സെന്റിനൽ ഐലൻഡിനെ പറ്റി പറയാം. നോർത്ത് സെന്റിനൽ ഐലൻഡ് എന്ന് പലർക്കും അറിയാം, അതൊരു ദ്വീപാണ്. ആ ഒരു ദ്വീപിലേക്ക് പുറത്തു നിന്നുള്ള, അതായത് അവരുടെ ദ്വീപിൽ നിന്നല്ലാതെ വേറൊരാളും അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ഇൻ കേസ് ഒന്ന് കഴിഞ്ഞാൽ അവർ കൊന്നു കളയും. പക്ഷെ പലർക്കും അറിയില്ലായിരുന്നു അത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽപ്പെട്ട ഒരു ഐലൻഡാണ് ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഇതിൽ ആൾ കൺഫ്യൂഷൻ ആവുള്ള കാര്യം എന്താ വെച്ചാൽ ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ദി ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നോർത്ത് സെന്റിനൽ ഐലൻഡ് പറഞ്ഞാൽ ഒരു ഐലൻഡ് ആണല്ലോ, അത് ഇന്ത്യയുടെ ഭാഗമാണ്, യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണല്ലോ. ആളുടെ ഡൗട്ട് വളരെ ഇന്നസെന്റ് ആയ ഡൗട്ടാണ്. ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ തിയറിറ്റിക്കലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. എന്നുവെച്ചാൽ ആ ഒരു നോർത്ത് സെന്റിനൽ ഐലൻഡിന് ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആണ് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെ. പക്ഷേ ANPATR 1956 ഇതിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രത്യേക ക്ലോസ് വെക്കുന്നുണ്ട്, നോ കോണ്ടാക്ട് പോളിസി. അതായത് ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ്സുമായിട്ട് ഇന്ത്യയിലുള്ള ബാക്കി ഒരു ആൾക്കാർക്കും നോർത്ത് സെന്റിനൽ ഐലൻഡിൽ പോകാനോ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനോ ഫോട്ടോഗ്രാഫിയോ ഒന്നും പാടില്ല. കംപ്ലീറ്റ്ലി ബാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി പോസിബിൾ അല്ല. തിയറിറ്റിക്കലി പോസിബിൾ ആണ്, പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ CRPC അല്ലെങ്കിൽ IPC, ഇപ്പോൾ പറയുകയാണെങ്കിൽ BNS അല്ലെങ്കിൽ BNSS, ഇതുപോലും അവിടെ അപ്ലിക്കബിൾ ആണ് തിയറിറ്റിക്കലി. പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം 2018 ഒരു സായിപ്പ് അവിടെ പോയി ഫോട്ടോ എടുത്തു, തിരിച്ചു പോരാൻ പുള്ളിക്ക് പറ്റിയില്ല. അവിടെയുള്ള ട്രൈബ് ആളെ കൊന്നു കളഞ്ഞു. ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അന്നത്തെ IPC CRPC ഒക്കെ അവിടെ അപ്ലിക്കബിൾ ആണ്. പക്ഷേ നമ്മുടെ പോലീസോ അല്ലെങ്കിൽ അന്തമാൻ പോലീസോ ആർക്കും അവിടെ പോയിട്ട് ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നോ കോണ്ടാക്ട് പോളിസി ആൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ സപ്പോസ് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ, നോർത്ത് സെന്റിനൽ ഐലൻഡിലുള്ള ഒരു ട്രൈബിനെ എങ്ങാനും പുറത്തുനിന്നുള്ള ഒരാൾ ഒന്ന് കൊന്നു കളഞ്ഞാൽ അയാൾക്ക് ഈ IPC CRPC അല്ലെങ്കിൽ ഇന്നത്തെ BNS BNSS എല്ലാം പ്രാക്ടിക്കലി ആൻഡ് തിയറിറ്റിക്കലി പോസിബിൾ ആണ്. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ഇത് തിയറിറ്റിക്കലി പോസിബിൾ ഉള്ളൂ, പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നോർത്ത് സെന്റിമീസ് ഐലൻഡിലെ ആൾക്കാർ നമ്മുടെ പുറത്തുള്ള ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ, അവരെ കൊന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇൻകം ടാക്സ് ആക്ടും. തിയറിറ്റിക്കലി അവിടെ പോസിബിൾ ആണ്, പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസിനോട് എന്നെ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.